നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. വഡോദരയിലും കോഹ്ലി ഷോ. പുത്തൻ സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി കാത്തു നിന്നവർക്കൊരു ചെറിയ നിരാശ. സെഞ്ചുറിക്ക് 7 റൺസ് അകലെ ചേസ് മാസ്റ്റർ കിങ് കോഹ്ലി മടങ്ങി. പിന്നെ കെ എൽ ജാമീസൺ നമ്മളെ ഒന്ന് വിറപ്പിച്ചു. എന്നാലും ഒരു ഭാഗത്ത് കെ എൽ രാഹുൽ നിലയുറപ്പിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. ഇടയ്ക്ക് ഹർഷിത് റാണയുടെ ഒരു ശ്രമവും ഉണ്ടായിരുന്നു. ഫലത്തിൽ ഇന്ത്യ കിവീസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ട് 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇതാ നല്ല വിജയത്തോടുകൂടി തുടങ്ങിയിരിക്കുകയാണ്. കളിയിൽ ടോസ് ലഭിച്ച ഇന്ത്യ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചിത 50 ഓവറുകളിൽ 8 വിക്കറ്റിന് 300 റൺസാണ് അടിച്ചതെങ്കിൽ 49 ഓവറുകളിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. അവസാനം ആ 6 അടിച്ചുകൊണ്ട് കെ എൽ രാഹുൽ കളി പൂർത്തിയാക്കുകയായിരുന്നു. മത്സരത്തിൽ ന്യൂസിലാൻഡിൻ്റെ ഇന്നിങ്സിൽ എടുത്തു പറയേണ്ട പ്രകടനം അവരുടെ ഓപ്പണർമാരുടേതും പിന്നെ ഡാരിൽ മിച്ചലിൻ്റേതുമാണ്. ഓപ്പണർ ഡെവൻ കോൺവോയി 67 പന്തിൽ നിന്ന് 56 റൺസ് അടിച്ചപ്പോൾ ഹെൻറി നിക്കോൾസ് 69 പന്തിൽ നിന്ന് 62 റൺസ് അടിച്ചു. ഡാരിൽ മിച്ചൽ 71 പന്തിൽ നിന്ന് 5 4 3 6 അടക്കം 84 റൺസിൻ്റെ മനോഹരമായ ഇന്നിങ്സ് കളിച്ചപ്പോൾ വിൽ യങ് 12, ഗ്ലെൻ ഫിലിക്സ് 12, അതുപോലെ മിച്ചൽ ഹേയ് 18, മൈക്കൽ ബ്രേസ്വെൽ 16, ഇങ്ങനെ അവരുടെ വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നു. ഒടുവിൽ അവസാനത്തിൽ ക്രിസ്റ്റ്യൻ ക്ലാർക്കിൻ്റെ ഒരു കെമിയോ 17 പന്തിൽ നിന്ന് 3 4 സഹായത്തോടെ 24 റൺസ്. അങ്ങനെയാണ് അവർ 300 എത്തും എന്ന കാര്യം ഉറപ്പാക്കിയത്. ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് സിറാജും ഹർഷിത് റാണയും പ്രസിദ്ധ് കൃഷ്ണയും 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിങ്ങിൽ ഹിറ്റ്മാൻ 2 സിക്സറുകളും 3 4കളും ഒക്കെയായിട്ട് തട്ടുപൊളിപ്പൻ സ്റ്റൈലിൽ തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ കെ എൽ ജാമീസിൻ്റെ പന്തിൽ ബ്രേസ്വെല്ലിൽ പിടിച്ച് അദ്ദേഹം പുറത്താകുമ്പോൾ 29 പന്തിൽ നിന്ന് 26 റൺസാണ് അദ്ദേഹം നേടിയിരുന്നത്. പിന്നാലെ ശുഭൻ ഗില്ലും വിരാട് കോഹ്ലിയും ചേർന്നുള്ള മികച്ചൊരു കൂട്ടുകെട്ട് ഇന്ത്യയെ 150 കടത്തി മുന്നോട്ട് കൊണ്ടുപോയി. അനായാസം ഇന്ത്യ വിജയത്തിലേക്ക് എന്ന് തോന്നിച്ച ഘട്ടമാണത്. ശുഭൻ ഗിൽ 27ാമത്തെ ഓവറിൽ പുറത്താകുമ്പോഴേക്കും ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ 157 റൺസായി കഴിഞ്ഞിരുന്നു. ഗില്ല് 71 പന്തിൽ നിന്ന് 3 4ഉം 2 6ഉം അടക്കം 56 റൺസ് അടിച്ചിട്ടാണ് മടങ്ങിയത്. ഗില്ലിന് പിന്നാലെ വന്ന ശ്രേയസ് അയ്യരും കിങ് കോഹ്ലിക്ക് മികച്ച രൂപത്തിൽ പിന്തുണ നൽകി. രണ്ടുപേരും വളരെ മനോഹരമായിട്ട് തന്നെ ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച. 234 റൺസിലെത്തുമ്പോൾ ഇന്ത്യയുടെ 2 വിക്കറ്റുകളെ വീണിരുന്നുള്ളൂ. കിങ് കോഹ്ലി ഇതാ സെഞ്ചുറിയിലേക്ക് എന്ന് തോന്നിച്ച ആ ഘട്ടത്തിലാണ് കോഹ്ലി പുറത്താകുന്നത്. കെ എൽ ജാമീസിൻ്റെ പന്തിൽ ബ്രേസ്വെല്ലിൻ്റെ മനോഹരമായൊരു ക്യാച്ചാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. മനോഹരമായിട്ട് തന്നെയാണ് കോഹ്ലി കളിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ. 91 പന്തിൽ നിന്ന് 8 4ഉം 1 6ഉം അടക്കം 93 റൺസ് അടിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 28,000 റൺസ് അദ്ദേഹം പിന്നിട്ട് കഴിഞ്ഞു. ഏറ്റവും വേഗത്തിൽ 28,000 റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ശ്രേയസ് അയ്യർ 47 പന്തിൽ 49 റൺസാണ് അടിച്ചത്. കെ എൽ ജാമീസൺ രവീന്ദ്ര ജഡേജയെ മടക്കി വിട്ടു. 4 റൺസാണ് അദ്ദേഹം നേടിയിരുന്നത്. അങ്ങനെ സഡൻലി, അതായത് 234 2 എന്ന നിലയിൽ നിന്ന് ടീം ഇന്ത്യ 242 5 എന്ന രൂപത്തിലേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരല്പം ആശങ്കയ്ക്ക് വക നൽകിയ സമയമായിരുന്നു. അപ്പോഴാണ് ഹർഷിത് റാണയും കെ എൽ രാഹുലും ചേർന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാഹുലിന് അത്രയധികം അവസരം സ്ട്രൈക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഹർഷിത് റാണയെ വിട്ടത് ആഞ്ഞടിക്കാൻ തന്നെയാണ്. ഹർഷിത് റാണ അതിന് പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അദ്ദേഹം കൃത്യമായി മനോഹരമായ ഒരു 6 കണക്ട് ചെയ്യുന്ന കാഴ്ച കണ്ടു. അതാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി. 2 4ഉം 1 6ഉം അടക്കം 23 പന്തിൽ നിന്ന് 29 റൺസാണ് അദ്ദേഹം അടിച്ചത്. പിന്നെ ന്യൂസിലാൻഡിൻ്റെ ഫീൽഡർമാർ പതിവിന് വിപരീതമായിട്ട് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്നൊക്കെ ആ ഘട്ടത്തിൽ നമ്മൾ കാണുകയും ചെയ്തു. കെ എൽ രാഹുലിന് കൂട്ടായിട്ട് വാഷിങ്ടൺ സുന്ദർ എത്തുന്നു. സുന്ദറിന് ചെറിയ പരിക്കിൻ്റെ പ്രശ്നമുണ്ടെന്നുള്ളത് ആദ്യ ഷോട്ടിൽ തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. 7 പന്തിൽ നിന്ന് 7 റൺസുമായിട്ട് പുറത്താകുന്നു. എന്നാൽ കെ എൽ രാഹുൽ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് 49ാമത്തെ ഓവറിൽ കളിയങ്ങ് ഫിനിഷ് ചെയ്തു. 21 പന്തിൽ നിന്ന് 2 4ഉം 1 6ഉം അടക്കം അദ്ദേഹം 29 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു. അങ്ങനെ ടീം ഇന്ത്യ തകർപ്പൻ വിജയം നേടുമ്പോഴും ന്യൂസിലാൻഡിൻ്റെ ഭാഗത്ത് ഒരാളെ നമ്മൾ എടുത്തു പറയണം. അത് കെ എൽ ജാമീസിനെയാണ്. മനോഹരമായിട്ട് പന്തെറിഞ്ഞു. 10 ഓവറിൽ 41 റൺസിന് 4 വിക്കറ്റാണ് അദ്ദേഹം പിഴുതത്. ഏതായാലും ഇന്ത്യൻ ടീം ഇതാ കിടിലൻ വിജയത്തോടുകൂടി ഈ പരമ്പരയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.